എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് റവ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ അരി വെച്ചൊക്കെ ചെയ്തെടുക്കുന്ന അതേ ടേസ്റ്റ് തന്നെ റവ വെച്ച് ചെയ്യുമ്പോഴും കിട്ടുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഈസ്റ്റ് ഒന്നും ചേർക്കാതെയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണുക. ഞാൻ ഇതുപോലൊരു കപ്പിന് 1 കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാനുണ്ട്. ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ചോറ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് റവയ്ക്ക് ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂണോളം ചോറാണ് ഇവിടെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതലും ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ചുവന്നുള്ളിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം. അതിന് മുൻപായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പുളിയുള്ള തൈരല്ല ഇത്. ഒത്തിരി പുളിയുള്ളതാണെങ്കിൽ 1 ടേബിൾ സ്പൂണോളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഓവറായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കരുതും. അങ്ങനെ അരച്ചെടുത്താൽ റവ നല്ലതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടില്ല. ഈ ഒരു പരുവത്തിനൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ലൂസാക്കിയാണ് എടുക്കുന്നത്. അപ്പത്തിൻ്റെ മാവ് എപ്പോഴും കുറച്ച് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് 1 നുള്ളി സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട. ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര. ഇത് ബ്രൗൺ ഷുഗറാണ്. നിങ്ങളുടെ കയ്യിൽ വെള്ളം ചേർത്തത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 മണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒന്ന് അടച്ച് വെക്കണം. ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്.